നമസ്തേ മാന്യമിത്രങ്ങളെ. 2025 ഫാദേഴ്സ് ഡേ ആയി ലോകം മുഴുവൻ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ സ്മരിക്കുന്ന ദിനമാണ് ജൂൺ മാസം 15-ാം തീയതി. ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ഫാദേഴ്സ് ഡേ ആചരിക്കുന്നതിനുള്ള കാരണക്കാരി ഒരു വനിതയായിരുന്നു. തൻ്റെ പിതാവിനോടുള്ള അദമ്യമായ സ്നേഹം. കുട്ടിക്കാലത്ത് തൻ്റെ മാതാവ് മരിച്ചുപോയി എങ്കിലും പിതാവ് യഥാരീതി പരിപാലിച്ചതിനാൽ ആ പിതാവിനോടുള്ള സ്നേഹമസൃണമായ ഓർമ്മയാണ് അത്രയും ആ വനിത അതിലൂടെ പ്രകടമാക്കിയത്. ലോകത്തിൽ ആദ്യമായി ഫാദേഴ്സ് ഡേ ആചരിച്ചത് 1910 ജൂൺ 19-നാണ്. ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയായിരുന്നു ആദ്യമായി അത് ആചരിച്ചത്. അത് ആചരിക്കുന്നതിന് നിമിത്തമായ പുത്രി അല്ലെങ്കിൽ വനിത ശ്രീമതി സൊണാറോ സ്മാർട്ട് ഡാഡ് എന്ന സ്ത്രീയായിരുന്നു. തൻ്റെ പിതാവിനോടുള്ള സ്നേഹവും സ്മരണയും ഫാദേഴ്സ് ഡേ പോലെ തന്നെ ഫാദേഴ്സ് ഡേ ആചരിക്കുന്നതിനുള്ള പ്രചോദനമാവുകയും തൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഈ ആശയം അവർ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ശ്രീമാൻ കാൾവിൻ കോളിജിനെ അറിയിക്കുകയും തുടർന്ന് 1924 മുതൽ അമേരിക്ക പൊതു അവധി ദിനമായി ഇതിനെ ആചരിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഒരു വനിതയുടെ അല്ലെങ്കിൽ ഒരു പുത്രിയുടെ ഊഷ്മളമായ ആഗ്രഹപ്രാപ്തി ലോകത്തിലുള്ള സമസ്ത സന്തതികൾക്കും സ്വപിതാവിനെ സ്മരിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിലെ ഏകദേശം 112ഓളം രാജ്യങ്ങൾ ഫാദേഴ്സ് ഡേ വളരെ ആഹ്ലാദപൂർവ്വവും ആഘോഷപൂർവ്വം ആചരിക്കുന്നു. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് പൊതു അവധി ദിനമായി തന്നെ ആചരിച്ചു വരുന്നു. 4 മുതലാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത് പൂർവാധികം ഭംഗിയായി ആചരിക്കുന്നതെങ്കിലും അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പിതാവിന് അർഹമായ പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച സംസ്കാരമായിരുന്നു ഭാരത സംസ്കാരം. മാതാ പിത ഗുരു ദൈവം. ഈശ്വരനെ നീ കാണുന്നതിന് മുമ്പ്, ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പ്, ഈശ്വര ആരാധന നടത്തുന്നതിന് മുമ്പ് നിന്റെ സൃഷ്ടിക്ക് കാരണക്കാരായ, നിന്റെ ഐശ്വര്യത്തിന് കാരണക്കാരനായ നിന്റെ മാതാവിനെയും അതിനോടൊപ്പം പിതാവിനെയും ആയിരിക്കണം നീ ആദ്യമേ പൂജിക്കേണ്ടതും ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എന്ന് പഠിപ്പിച്ച ഉത്തമമായ സംസ്കാരത്തിൻ്റെ അനന്തര അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. അത്രയ്ക്ക് ഉജ്ജ്വലമായ പാരമ്പര്യമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ. എന്നാൽ ഇന്ന് എത്രത്തോളം വ്യക്തികൾ അതിനെ അനുസരിക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട് എന്നതാണ് ചിന്താവിഷയം. ലോകം മുഴുവൻ പിതാവിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്മരിക്കുമ്പോഴും സ്വന്തം സന്തതിയുടെ ചതിക്കുഴികളായി മരണത്തിലേക്കും നടു റോഡിലേക്കും പടിയടച്ച് പിണ്ടത്തള്ളപ്പെടേണ്ടി വന്ന അനേകം പിതാക്കന്മാരെ നമ്മൾക്ക് പരിചിതമാണ്. 2 വർഷത്തിന് മുമ്പാണ് കേരളത്തിലെ പ്രശസ്തമായ ഒരു വൃദ്ധസദനത്തിൽ തൻ്റെ പുത്രന്റെ കൊലച്ചതിയാൽ നടു റോഡിലേക്ക് പടിയടച്ച് പിണ്ടമക്കപ്പെട്ട ഒരു പിതാവിനെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിന് മാന്യമായ പെൻഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിരുന്നു ഭവനവും പുരയിടവുമെല്ലാം. തൻ്റെ പുത്രനോടുള്ള പരിപൂർണമായ വിശ്വാസത്താൽ തൻ്റെ പുത്രന്റെ പേരിൽ തുല്യം ചാർത്തി കൊടുത്തു എന്നൊരു മഹാ അപരാധം മാത്രമേ ആ പിതാവ് ചെയ്തുള്ളൂ. പിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ തൻ്റെ പുത്രനെ ഊട്ടി വളർത്തി. അതിൻ്റെ ഫലം ആ സന്തതി നൽകുകയും ചെയ്തു. ഈ വടുകളവൻ തൻ്റെ കുടുംബത്തിന് ഒരു അലോരസമാണ്, അല്ലെങ്കിൽ അപശകുനമാണ്. തൻ്റെ സുഹൃത്തുക്കൾ ഭവനത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ മുമ്പിൽ തൻ്റെ ഇമേജിന് ഈ വൃദ്ധന്റെ സാന്നിധ്യം കോട്ടം തട്ടിക്കുന്നു എന്ന ചിന്ത മൂലം അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്ന വിഭവങ്ങളെ മുഴുവൻ സ്വായത്തമാക്കി ഒരു മടിയും കൂടാതെ ഉണ്ണാതുറങ്ങിയ എന്നെ പോറ്റി വളർത്തിയ ഈ കരങ്ങളാണ് എന്നുള്ള ബോധം പോലും ഉപേക്ഷിച്ച് മൃഗത്തിനേക്കാൾ മൃഗിഷ്ടമായ രീതിയിൽ തൻ്റെ പിതാവിനെ പടിയടച്ച് പിണ്ടം വെച്ചു ആ സന്തതി. ഒടുവിൽ വെയിറ്റ് ഷെഡിലും റെയിൽവേ സ്റ്റേഷനിലും ആശുപത്രി വരാന്തരയിലും അശരണരായി കിടന്ന അദ്ദേഹത്തെ ഒരുപറ്റം സാമൂഹിക പ്രവർത്തകരാണ്
ആ വൃദ്ധസദനത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ അതിലും കഠിനമായും ക്രൂരമായി സ്വത്തിനും സമ്പത്തിനും വേണ്ടി തന്റെ പിതാവിന് ആഹാരത്തിൽ വിഷം ചേർത്തു കൊന്ന പുത്രന്മാർ അനവധിയുണ്ട് കേരളത്തിൽ. ദൈനംദിന മാധ്യമങ്ങളിൽ, ന്യൂസ് പേപ്പറുകളിലോ ഒന്ന് പരിശോധിച്ചാൽ കണ്ടെത്തുവാൻ കഴിയും. ചിന്തിക്കൂ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മളെ നമ്മളാക്കിയ മാതാവിനെയും പിതാവിനെയും സ്മരിച്ചില്ല എങ്കിൽ വെറുക്കാതിരിക്കുവാനും ദ്രോഹിക്കാതിരിക്കുവാനുമുള്ള പരിശ്രമം നടത്തേണ്ടതല്ലേ നമ്മളെ നമ്മളാക്കിയത് അവരല്ലേ? അവരില്ല എങ്കിൽ ഞാനില്ല. നമ്മുടെ സമസ്ത വേദങ്ങളും പുരാണങ്ങളും ഇത് തന്നെ നമ്മളോട് പറയുന്നു. നിന്റെ മാതാവും പിതാവും ഇല്ലെങ്കിൽ കുഞ്ഞെ നീയേ ഇല്ല. അതിനാൽ തന്നെ ഈശ്വരാരാധന നീ നടത്തിയില്ലെങ്കിൽ പോലും ഈശ്വരൻ നിന്നോട് കോപിക്കില്ല. മറിച്ച് നിന്റെ മാതാവിനെയും പിതാവിനെയും നീ യഥാരീതി പരിപാലിച്ചില്ല എങ്കിൽ ഒരീശ്വരനും നിന്നെ കനിയുകയില്ല. മാതാവും പിതാവും മരിച്ചതിന് ശേഷം മാലോകരെ മുഴുവൻ വിളിച്ചു കൂട്ടി 10,000 വിഭവങ്ങളാൽ വിഭവസമൃദ്ധമായ സദ്യ നടത്തിയാലും അത് പാഴ്ചിലവാണ്. കാരണം ശ്രാദ്ധം എന്നത് ശ്രദ്ധയോടെ ചെയ്യപ്പെടുന്ന കർമ്മം ഏതോ അതാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം. സ്നേഹത്തോടുകൂടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും മതിയാകും. പാലും തേനും പനിനീരും ഒന്നും എടുക്കണ്ട, അവനവനാൽ കൊടുക്കാൻ കഴിയുന്നത് മാത്രം. കാരണം ഞാൻ പിച്ച വെച്ച് നടന്നപ്പോൾ വീഴാതെന്നെ താങ്ങിയത് ആ കരങ്ങളാണ്. എന്നിലുണ്ടാകുന്ന ഓരോ വേദനകളും വിഷമങ്ങളും കണ്ടുകൊണ്ട് ആദ്യപൂണ്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ പരക്കം പാഞ്ഞത് ആ ശരീരമാണ്, ആ മനസ്സാണ്. ആ മനസ്സിനും ശരീരത്തിനും ഒരവശത വരുമ്പോൾ വാങ്ങിയ കടം തിരികെ കൊടുക്കാത്ത ഞാൻ മനുഷ്യനാണോ, പുത്രനാണോ, പുത്രൻ എന്ന പദത്തിന് യോഗ്യനാണോ എന്നൊന്ന് ചിന്തിക്കാനുള്ള അസുലഭമായ അവസരമായി ഈ ദിനം മാറട്ടെ. അതിന് കാരണക്കാരിയായ ആ മഹനീയ വനിതാരത്നത്തോട് ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സച്ചിന്തകൾ സമൂഹത്തിൽ ഇനിയും വരട്ടെ. തൻ്റെ പിതാവിനെയും മാതാവിനെയും ഈശ്വരന തുല്യം ബഹുമാനിക്കുന്ന ഉത്തമമായ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന തലമുറ മാറട്ടെ എന്ന് നമ്മൾക്കേവർക്കും ഭക്തി ആദരപൂർവ്വം പ്രാർത്ഥിക്കാം. അതിനായി കാത്തിരിക്കാം. ഹരി.